ട്രെൻഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോഴാണ് ഇതുണ്ടാക്കാൻ തോന്നിയതും ചിക്കൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് മേടിച്ചത്. അപ്പോൾ ഞാനും ഉണ്ടാക്കിയേക്കാമെന്ന് കരുതി. എന്താ ഐറ്റം എന്നറിയാലോ, നമ്മുടെ ഇഡലിത്തട്ടിനകത്ത് വെച്ച് ഉണ്ടാക്കുന്ന സാൻഡ്വിച്ച് ഇല്ലേ, അത് ബ്രെഡിനകത്തോ ചപ്പാത്തിക്കകത്തോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഏതായാലും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഈ ചിക്കൻ വെളുത്തിരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഉപ്പിട്ടിട്ടൊന്ന് പുരട്ടിയിട്ടാണ് വെച്ചത്. പിന്നെ വറ്റൽ മുളകും വെളുത്തുള്ളിയും മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചു. എൻ്റെ മുട്ടയുടെ വലുപ്പമാണോ ഇഡലിത്തട്ട് ചെറുതാണോ എനിക്കറിയത്തില്ല, നേരെ ഒഴുകി അതിൻ്റെ താഴത്തെ തട്ടിലും പോയി വീണിട്ടുണ്ട്. ഏതായാലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് സാധനം സെറ്റായിട്ടുണ്ട്. ചിക്കൻ ഞാൻ നേരെ എടുത്തൊരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ട് ബാലൻസ് നമ്മുടെ വറ്റൽമുളകും വെളുത്തുള്ളിയും മുട്ടയൊക്കെ നേരെ നമ്മുടെ ജാറിനകത്തോട്ട് ഇട്ട്, പിന്നെ ആ ചിക്കൻ്റെ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതുകൂടെ നേരെ ആ ജാറിനകത്തോട്ട് ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ താഴത്തെ തട്ടിൽ വലിച്ച് വീണെന്ന്. അത് നേരെ ഇളക്കിയിട്ടിട്ട് കുറച്ച് പാലും ഇട്ടിട്ട് ചീസ് ഇടണം. ഉപ്പ് വേണ്ടവർ ഉപ്പ് ഇടണം. എനിക്ക് ചീസിന് ഉപ്പുള്ളതുകൊണ്ട് ഞാൻ ഉപ്പിട്ടിട്ടില്ല. അത് നേരെ അരച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ ഒന്ന് നുള്ളി പറിച്ചൊക്കെ ഇട്ടിട്ട് ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലയോ, എനിക്ക് മനസ്സിന് പിടിക്കത്തില്ല, അയ്യോ ഇഡലി കുട്ടകത്തിൽ വെച്ച് വെന്ത് കാണും, എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഇതാന്നേ. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ പോലെ ആക്കി, നല്ല സോഫ്റ്റ് രീതിയിൽ, ഒത്തിരി അങ്ങ് മുരിച്ചില്ല. നിങ്ങൾക്ക് നേരെ ആ വെന്തത് പിച്ചി പൊടിച്ച് നമുക്ക് അതിൻ്റെ കൂടെ ആക്കാൻ പറ്റും. അതിൻ്റെ ക്യാരറ്റും തക്കാളിക്കും സവാളയും കൂടെ ഞാൻ ഇട്ടു. അതുകൊണ്ട് നമ്മൾ ഈ അടിച്ച മിക്സ് കൂടെ നേരെ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കണം. നമ്മൾ ഇഡലിക്കുട്ടകത്തിൽ വേവിച്ച ഇതില്ലേ, അത് അതുപോലെ തന്നെ പൊടിച്ചിടാന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ചിലപ്പോൾ അത് ഞാൻ തിന്നാൻ എനിക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല, എനിക്ക് മനസ്സിൽ പിടിക്കത്തില്ല, അയ്യോ വെന്ത് കാണുമോ അങ്ങനെയൊക്കെ എനിക്കൊരിത്. അങ്ങനെ ചില ആഹാരങ്ങൾ ഞാൻ കഴിക്കാറില്ല. അങ്ങനെ അപ്പോൾ എല്ലാം മിക്സാക്കി വെച്ചപ്പോഴത്തേന് ഞാനൊരു 8-10 ബ്രെഡ് എടുത്ത് നല്ല രീതിയിലൊന്ന് നെയ്യൊക്കെ തേച്ച് നല്ല രീതിയിലൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ഈ മിക്സ് നേരെ ഇതിനകത്തോട്ട് നിറച്ച് ആദ്യം ഞാൻ 3-4 സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഓരോന്നോരോന്നെടുത്ത് കഴിക്കാൻ പറ്റും. അങ്ങനെ കഴിച്ചു നോക്കി. ഇതൊക്കെ ആര് പടച്ചു വിടുന്നതാണ് ഇഡലിക്കുട്ടകത്തിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. സംഭവം നല്ല ടേസ്റ്റ്. ഇപ്പോഴും ഇതാരെങ്കിലും ചെയ്യാത്തവരുണ്ട്, ചെയ്യണേ പൊളി സാധനം. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.